പറ ചങ്ങായിമാരെ, സുഖമല്ലേ? ആണില്ലേ? സുഖമാണോ? ആ, സുഖമാണ്. വയലൊക്കെ കേൾക്കുന്നുണ്ട്, മാറ്റമൊന്നുമില്ല. ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ? റഫീഖൊക്കെ വരുന്നേ ഉള്ളൂടെ, വലിയ പ്രവർത്തകന്മാരാ, അവസാനാ വരുന്നത്. ഒരാള് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി പറയണ്ടേ? പറകാക്കന്മാരെന്താ മറുപടി പറയണ്ടേ? പിന്നെ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. സുഖമാണോ എന്ന് ചോദിച്ചപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി കയറി വന്നു. പള്ളിയിലേക്ക് കയറി വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ റാഹത്ത് അൽഹംദുലില്ലാഹ്. ആ മറുപടി കേട്ടപ്പോ തന്നെ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരു ചങ്ങാതി പള്ളിയിൽ കയറി വന്നു. ഓനോട് ചോദിച്ചു, സുഖമാണോ? ഓൻ പറഞ്ഞു, സുഖമാണെന്ന്. ആന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങള്? ഇതുപോലെ ചങ്ങാതിയും പറഞ്ഞ ഖൈർ റാഹത്ത് സുഖാ നബിയെ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ ആ സഹാബി തന്നെ ചോദിച്ചു, എനിക്കെന്താ ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കില്ലേന്ന്. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? ഇങ്ങനെ കേട്ടില്ല? അങ്ങനെ ഒരു ഇൽമു പഠിച്ചില്ലേ, ഒരറിവ് പഠിച്ചല്ലോ. ഇനി ചെയ്തോണം ജീവിതത്തിൽ. ആര് സുഖമാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാ. ആര് ചോദിച്ചാലും പറയണം അൽഹംദുലില്ലാ. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. ഇല്ലെങ്കിലും പറയണം അൽഹംദുലില്ലാ. എന്തിനാ? ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട. ഒരാള് ചോദിക്കുന്നു, പടച്ചോനെ എങ്ങനെയുണ്ട് അബീബ, കച്ചവടമൊക്കെ? അളിയ അടിപൊളി കച്ചവടം, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഈ കേക്കട ചങ്ങാതി വിചാരിക്കുക, അല്ല കൊറോണ എല്ലാരെയും പിടിച്ച്, ഇവനെ പിടിച്ചില്ലേ അല്ല. ആ ചങ്ങാതിയിലപ്പോ പിന്നെ മുട്ട കുഴിച്ചിടാൻ നടക്കേണ്ട വരും. എന്തിനാ ആവശ്യമില്ലാത്ത മണിക്കേക്കുന്നത്? ഇനി ഒരാൾ നിന്നോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ആമിന ജീവിതമൊക്കെ? മച്ചായിക്ക് പഴയതുപോലൊന്നും പറ്റണില്ല, അല്ല ആകെ പ്രശ്നമായി, ആയിഷ തകർന്ന് തരിപ്പടമായി. ആയിഷ പറയുക, അങ്ങനെ തന്നെ വേണം നിനക്ക്, മനസ്സിൽ സന്തോഷിക്കും. പക്ഷെ ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അതിനകത്ത് ശുക്റുണ്ട്, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തലുണ്ട്. അതുകൊണ്ട് നമുക്ക് നേട്ടമേ ഉള്ളൂ. അൽഹംദുലില്ലാ പറയാൻ പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സുഖമല്ലേ? സുഖമല്ലേ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? മക്കളൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. ഇത് മാത്രം പറഞ്ഞാൽ മതി, അതിനകത്ത് എല്ലാം ഉണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഒരറിവ് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ കിട്ടും കേട്ടാ. ഇപ്പൊ ഒരു അറിവ് പഠിച്ചു, അൽഹംദുലില്ലാ, ഇത് നമ്മൾ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ ഇത്രയും നാളത്തെ പോലല്ല, ഇനി അടുത്തത് പുറത്തൊരെണ്ണം കൂടുതലൊന്ന് കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സ്വാഗതം പറഞ്ഞ, അള്ളാഹു വാഴ്ത്തി പറഞ്ഞ, ഹും ഫീഹാ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ സന്തോഷ വാർത്ത പറഞ്ഞ, അവർക്ക് ആ അടിമകൾക്കുള്ള 4 ഗുണങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഈ പറയുന്ന അടയാളങ്ങൾ, എന്റെ പൊന്നു സിയാദ്, കങ്ങളൊന്ന് കേറിയിരി. നിങ്ങൾ ഇങ്ങനെ കറങ്ങി നിങ്ങളൊക്കെ പരിപാടി വെച്ചിട്ട് നിങ്ങൾ കറങ്ങി ഇറക്കുക. സിയാദ് 2 സിയാദുണ്ട്, പിന്നെ ഒരു ചങ്ങായി ഉണ്ട്, നിസാമുണ്ട്. ഇവരൊക്കെ വലിയ പ്രവർത്തകന്മാർ. അൽഹംദുലില്ലാ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നെടുന്തൂണുകൾ. അൽഹംദുലില്ലാ, സമസ്തയുടെ പുതിയ സ്ഥലമൊക്കെ മേടിച്ചില്ലേ അപ്പാ? ആസ്ഥാനം അല്ലേ? അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം പറഞ്ഞ അടിമകൾക്ക് 4 അടയാളമുണ്ട്. ഈ പറയുന്ന 4 സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞത്. സംഘാടകരല്ല പറഞ്ഞത്, പള്ളിക്കമ്മിറ്റിയല്ല പറഞ്ഞത്, നാട്ടിലെ കാരണവന്മാരല്ല പറഞ്ഞത്, പള്ളിയിലെ ഖതീബല്ല പറഞ്ഞത്, പ്രവാചകന്മാരല്ല പറഞ്ഞത്, തങ്ങന്മാരല്ല പറഞ്ഞത്. അല്ലാഹുവേ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ
ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു പറയുകയാ, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ. ആ സ്വർഗ്ഗത്തിന്റെ അവകാശികൾക്ക് ഉള്ള സ്വഭാവം എന്താണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. അവർക്കുള്ള സ്വഭാവം എന്തെന്നറിയോ? അവരുടെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അവർക്കുള്ള ഒന്നാമത്തെ അടയാളം അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണോ? അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാണോ? പടച്ചവനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? കാഞ്ഞിപ്പുഴയിലെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അവന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു യഥാർത്ഥ മുഅ്മിനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ പേര് പറയപ്പെട്ടാൽ, അല്ലാഹയെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ വഅദ കേൾക്കാമെന്ന മുസ്ലിമേ, നമ്മളിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടോ? നമ്മളിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടോ? അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ അല്ലാഹു ഖുർആനിലൂടെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മളിൽ ആർക്കാണോ അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുള്ളത് ഏത് മനുഷ്യനാണ്? ഏത് വാപ്പയ്ക്കാണ്? ഏത് ചെറുപ്പക്കാരനാണ്? ഏത് ഉമ്മ പെങ്ങൾക്കാണ് അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു, നമ്മൾ അല്ലാഹുവിനെ മറന്നു നടക്കില്ലായിരുന്നു, നമ്മൾ അഹങ്കാരികളും അധികാരികളുമാകില്ലായിരുന്നു. പടച്ചുറപ്പേ, നമുക്കിന്ന് തെറ്റ് ചെയ്യാൻ പേടിയില്ലല്ലോ, പാപം ചെയ്യാൻ പേടിയില്ലല്ലോ. പടച്ചവനെ, പേടിയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. കള്ളു കുടിക്കാൻ പേടിയായിരുന്നടോ, വ്യഭിചരിക്കാൻ പേടിയായിരുന്നടോ, പലിശ പേടിക്കാൻ പേടിയായിരുന്നടോ. ഒരു പാപം ചെയ്യുമ്പോ നമുക്കൊക്കെ വല്ലാത്ത ഭയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറിയല്ലോ. നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുകയാണ്. നന്മയും തിന്മയും ഒരുപോലെ ചെയ്യുന്നവർ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയമില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാ നമുക്ക് വേണ്ടത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാ നമുക്ക് വേണ്ടത്. ഹൃദയത്തിനകത്തേക്ക് അല്ലാഹ് കേറണമടാ ചെറുപ്പക്കാരാ, വഅദ കേൾക്കാമെന്ന പെങ്ങളെ. ഹൃദയത്തിനകത്തേക്ക് പടച്ച റബ്ബ് കേറണം പെങ്ങളെ, അല്ലാഹ് കേറണം മോളെ. അല്ലാഹ് കേറിക്കഴിഞ്ഞാ പിന്നെ നീ ആരാണെന്നറിയോ? ഒരാൾ ഹൃദയത്തിനകത്തേക്ക് പടച്ച റബ്ബ് കേറിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചരിത്രമാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖാ ബീബി റളിയല്ലാഹു തആല അൻഹാ. പെണ്ണുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്രമാണ് സുലൈഖയുടെ ചരിത്രം. ആ പാട്ട് കേൾക്കുമ്പോ ഏത് പെണ്ണുമൊന്ന് മൂളിപ്പോകുമല്ലോ. എങ്കിലും പെങ്ങളെ, അല്ലാഹു ഹൃദയത്തിനകത്ത് കയറിയ ഒരാളുടെ ഹൃദയത്തിനകത്തേക്ക് പടച്ച റബ്ബ് കയറി കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരുന്നതെന്നറിയോ? പടച്ചവനെ, ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹാ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാണ്.
ഓടുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സുലൈഖയുടെ മണിയറയ്ക്കകത്ത് കയറി വന്നപ്പോ അവിടുന്ന് സുലൈഖ വാതിലടയ്ക്കുകയാ. ഒരുങ്ങി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന സൗന്ദര്യ റാണിയായ സുലൈഖ എന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് അവിടുന്ന് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫ്. എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ യൂസുഫ്, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ യൂസുഫ്. ചോദിക്കുന്നത് രാജ്യത്തെ രാജകുമാരി ആരും കാണാതെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി കാലമാദല്ലാ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. സുലൈഖ പറയുന്ന, യൂസുഫേ, ആരും കാണില്ലടാ, ഒരാളും അറിയില്ലടാ, ഒരാളും അറിയില്ലടാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ. അപ്പോഴാണ് പറയുന്ന, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പടച്ചവനെ, യൂസുഫ് വാതിൽ തുറന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ യൂസുഫിന്റെ കമീസ് പോലും സുലൈഖ എവിടെന്ന് വലിച്ചു കീറുകയാണ്. ഞാനും നിങ്ങളും ചരിത്രം പഠിച്ചവരാ. അവസാനം യൂസുഫിനോട് ദേഷ്യമായി തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് പടച്ചവനെ വർഷങ്ങളോളം യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറയ്ക്കകത്ത് അടച്ചിടുകയാണ് സുലൈഖ. അവസാനം യൂസുഫ് മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി. സുലൈഖാനെ വിവാഹം കഴിക്കുകയാണ്. അടിമപ്പയ്യനല്ല, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ, സുലൈഖ എന്ന രാജകുമാരിയെ വിവാഹം കഴിച്ചു. പക്ഷേ മണിയറയ്ക്കകത്ത് കിടന്നു ചെല്ലുമ്പോ സുലൈഖ സഹകരിക്കുന്നില്ല. തന്റെ ഭർത്താവായ യൂസുഫിനോട് സഹകരിക്കുന്നില്ല. യൂസുഫ് ചോദിക്കുകയാ, പെങ്ങള് ചരിത്രം പഠിക്കണം പെങ്ങള്. കേറിപ്പിടിച്ച സുലൈഖയ്ക്ക് മറ്റൊരു ചരിത്രമുണ്ട് പെങ്ങള്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കാതെ വന്നപ്പോ യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ, എന്തു പറ്റി സുലൈഖ, നിനക്കെന്തു പറ്റി സുലൈഖ? അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. കല്യാണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ മണിയറയ്ക്കകത്ത് എന്നപ്പോ സുലൈഖ സഹകരിക്കുന്നില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയോട് ചോദിച്ചു, അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ, അത്രയ്ക്ക് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഇന്ന് അല്ല എന്നെ ഹലാലാക്കി തന്നു, ഞാൻ നിന്റെ ഭർത്താവ്, നീ എന്റെ ഭാര്യയുമാ, നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, നീ എന്തേ സഹകരിക്കാത്തെ? നീ എന്തുകൊണ്ടാണ് എനിക്ക് എന്നോട് സഹകരിക്കാത്തത്? അപ്പോഴാണ് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, യൂസുഫേ, അന്ന് നിന്നെ ഞാൻ കേറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള സ്നേഹമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കേറി പിടിച്ചത്. പക്ഷെ ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല, ഇന്നെന്റെ ഹൃദയത്തിനകത്ത് നീയല്ല, ഇന്നെന്റെ ഹൃദയം മുഴുവനും അല്ലയാ യൂസുഫേ, അതുകൊണ്ടാണ് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തത്. ഇതാണ് അല്ലാഹ്. ഒരാളുടെ ഹൃദയത്തിനകത്തേക്ക് അല്ല കേറിക്കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ തെറ്റ് ചെയ്യാൻ പേടിയാടോ? അവന്റെ കൈ കൊണ്ടാണെങ്കിലും കണ്ണുകൊണ്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും ചെവി കൊണ്ടാണെങ്കിലും ഹൃദയം കൊണ്ടാണെങ്കിലും തെറ്റ് ചെയ്യാനൊരു പേടി. ഈ വാഴകക്കാൻ നിരന്നിരിക്കണം ഞാനും നിങ്ങളും തടമ്പുള്ളവനും താടിയുള്ളവനുണ്ടല്ലോ, നമ്മളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് തെറ്റ് ചെയ്യാൻ വല്ല പേടിയുണ്ടോ? എനിക്ക് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പേടിയുണ്ടോ? ഒരു പേടിയില്ലടോ. ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. പേടിയുണ്ടോ നമുക്ക്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 കൊല്ലം മുമ്പ്, പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, 10-15 വർഷം മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളി വരുവോ? പറകാക്കാമാരെ വരുവോ? സിയാദക്ക, ഇവിടെ കള്ളു കുടിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരു 20 കൊല്ലം മുമ്പ് നിസ്കരിക്കാൻ പള്ളി വരുവോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഈ ഫാൻ എനിക്ക് നിസ്കരിക്കാൻ പള്ളി വരുവോ? വരുവോ? ഇല്ലേ? ഉള്ളത് പറ മനുഷ്യന്മാരെ, വരുവോ? ഈ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ വാറ്റിയാരായോ അടിക്കാൻ പോവോ? ഇല്ല.
എടാ, വ്യഭിചരിച്ച് നടക്കുന്ന ഒരാള് പള്ളിയിൽ നിസ്കരിക്കാൻ വരില്ല, നിസ്കരിക്കാൻ വരുന്നവൻ വ്യഭിചരിക്കില്ല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളിയിൽ വരില്ല, പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല. ഇത് പണ്ട്. എന്നാ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, കള്ളും കുടിക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വരൂലേ? വരൂലേ? കള്ളും കുടിക്കും, പേവെള്ള പഠിച്ചു കിടക്കുകയും ചെയ്യും, നിസ്കരിക്കാൻ പള്ളിയിൽ വരും. ഒരു പേടിയില്ല സഹോദര. വ്യഭിചരിച്ച് നടക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. പള്ളി പരിപാലിക്കുന്നവന്റെ ക്വാളിറ്റി എടുത്ത് നോക്കിയാൽ ഇതൊക്കെ കാണും. പടച്ചവനെ പലിശ കച്ചവടം, പിന്നെ അതൊക്കെ പോകട്ടെ. നിങ്ങൾ പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യും. പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാറുണ്ടോ? ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? പള്ളിയിൽ ദുആ ചെയ്യുമ്പോ ആമീൻ കേൾക്കാറില്ല. ഉസ്താദിന് തന്നെ തോന്നും, അല്ല ഞാൻ ആർക്കല്ല ഇത് ദുആ ചെയ്യണേ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാന് പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യുമ്പോ എന്നെ ഒരു മരിച്ച വീട്ടിൽ വിളിച്ചു. 3-7 ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. 3-7 ഒരു മരണ വീട്ടിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയിട്ട് യാസീനൊക്കെ ഓതി. ഞാനും ഉണ്ട്, ഒരു ഉസ്താദുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്ന ഒരു യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ വിളിക്കുക. ദുആ ചെയ്യാറായി. കാക്ക വാ, കാക്ക ദുആ ചെയ്ത ഉസ്താദെ, ദുആ ചെയ്ത ഉസ്താദെ. ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്നോട് പറയുന്നു ദുആ ചെയ്തോളാം. അപ്പൊ എന്റെ കൂടെയുള്ള ചങ്ങാതി വിളിക്കണ, കാക്ക ദുആ, നിങ്ങൾ ദുആ ചെയ്തോളാം. ഇയാൾ നെയ്ച്ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുക അവിടെ. കുറെ നേരമായിട്ടും ആരും വരുന്നില്ല ആമീൻ പറയാൻ. ഞാൻ യാസീൻ ഓതിയിട്ട് കാത്തിരിക്കുക. അവസാനം ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ അത്താടെ ഖബറിലേക്ക് എത്തിച്ചേക്കണേ അല്ലാഹ്. കാരണം അവർക്ക് ആർക്കും വേണ്ട. ആമീൻ പറയാൻ ആ വീട്ടുകാർ ആരും വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിച്ചവനെ എന്റെ വാപ്പാടെ ഖബർ. എന്റെ അടുത്തിരുന്ന ഉസ്താദ് നോക്കി, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കണേ പഠിച്ചവനെ. ഞാൻ ദുആ ചെയ്തു. ഇതുപോലെ പള്ളിയിലെ ഖതീബ് ആ പാവം ദുആ ചെയ്തിട്ട് ഇങ്ങനെ നോക്ക, ആരും ആമീനില്ല. അങ്ങനെ യാദൃശികമായിട്ട് ഒരു ദിവസം നോക്കുമ്പോ വലിയ ആമീൻ കേൾക്കുന്നുണ്ട്. ആമീനിന്റെ ശബ്ദം. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ലാഹ് ഇത്? ഒന്നാമത്തെ സഫില് ഒരു സഹോദരൻ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ ആമീൻ. ഉസ്താദിന് ഉഷാറായി. അല്ലാഹുവേ നീ നല്ല മരണം കൊടുക്കണേ അല്ലാ, ആമീൻ. സ്വർഗം തരണേ അല്ലാ, ആമീൻ. ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്, ഈ ചങ്ങായി ആമീൻ പറയുന്നുണ്ട്. ഉസ്താദ് ഇവനെ ഒന്ന് നല്ലതുപോലെ നോക്കി. 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയണ ഈ ചങ്ങാതിയെ നല്ലതുപോലെ നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, നാളെയാണ് ഓണ ബമ്പർ. പടച്ചവനെ ശനിയാഴ്ച ബമ്പർ ലോട്ടറിയും പോക്കറ്റിൽ വെച്ചിട്ടാ ഈ പഹയൻ ആമീൻ പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിക്കേ എവിടെ എത്തിയെന്ന്. എടോ, നന്മയും തിന്മയും ഒന്നുപോലെ ചെയ്യാ. പള്ളിയിലെ ഖതീബിന് വെള്ളിയാഴ്ച ദിവസം കള്ളുകുടിയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? പലിശയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? ഉസ്താദ് പ്രസംഗിച്ച പള്ളിക്കകത്തിരിക്കുന്നവൻ പറയും, ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന്. കാരണം എല്ലാം അതിനകത്തുണ്ട്, എല്ലാരും അതിനകത്തുണ്ട്. പേടിയില്ല. പണ്ടങ്ങനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യാൻ ഇന്ന് പേടിയില്ലടോ. എല്ലാരും തെറ്റുകൾ ചെയ്യുകയാണ്. നിസ്കരിക്കുന്നവനും കള്ളു കുടിക്കുന്നു, നിസ്കരിക്കുന്നവനും വ്യഭിചരിക്കുന്നു, നിസ്കരിക്കുന്നവനും പാപം ചെയ്യാൻ പേടിയില്ലടോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമായ വഴിയിലൂടെ സഞ്ചരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടി വേണം ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. ഒരു റബ്ബുണ്ടെന്നുള്ള ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്ന് തെറ്റ് ചെയ്യാൻ എളുപ്പമാ, ഇന്ന് പാപം ചെയ്യാൻ എളുപ്പമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപം ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളം കഞ്ചാവിന്റെയും കാലമാണല്ലോ, മയക്കുമരുന്നിന്റെ കാലമാണല്ലോ. പണ്ട് പടച്ചവനെ പണി കഴിഞ്ഞ് വന്നിട്ട് പടച്ചവനെ ബീവറേജിന്റെ മുമ്പില്, കള്ള് ഷാപ്പിന്റെ മുമ്പില്, ബാറിന്റെ മുമ്പിൽ കാത്തു നിന്നിട്ട് സയറിട്ടിട്ട് കുടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പണ്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ഇങ്ങനെ വന്നിട്ട് എന്റെ 50 ഒരുമിച്ചിട്ട് ഷെയർ ഇട്ടിട്ട് കുടിക്കുന്ന കാലം. ഇന്നിപ്പോ അതൊക്കെ ഉണ്ടോ? പാലിച്ചിരിക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കെട്ടുന്ന കാലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുന്നവരുണ്ടോ? ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുന്നവരുണ്ടോ? ഇപ്പൊ കള്ള് ആരും കുടിക്കുന്നില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ? ഇപ്പൊ ആരും കള്ളു കുടിക്കുന്നില്ല, കഞ്ചാവ് അടിക്കുന്നില്ല, മയക്കുമരുന്ന് കൂടിയ ഐറ്റങ്ങളാ. കള്ളൊക്കെ പാവപ്പെട്ട അത്തപ്പാടികൾക്ക്. പടച്ചവനെ, ആർക്ക് വേണത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കള്ളും കഞ്ചാവും വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാ കള്ളും കഞ്ചാവും. ഇന്ന് യുവതലമുറ വല്ലാതെ അതിന് അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നത്. പടച്ചറപ്പേ, അതിന് മതമില്ല, ജാതിയില്ല, ഭാഷയില്ല, സംഘടനയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് 5 വയസ്സുള്ള ഒരു പൊന്നുമോള, ഒരു ക്രൂരൻ, ഒരു കാട്ടാളനായ ഒരു മനുഷ്യന് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞല്ലോ ഒരുത്തൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 വയസ്സുള്ള ഒരു പെൺകുട്ടി, 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ, സുബ്ഹാനല്ലാഹ്, ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ നിഷ്ഠൂരമായിട്ട് ഒരുത്തൻ കൊന്നുകളഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അങ്ങനെ കൊന്നുകളഞ്ഞപ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ലഹരിക്കടിമയായിരുന്നു എന്നുള്ളതാ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. കുറച്ചു ദിവസം മുമ്പാണ് തൃശ്ശൂർ ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ മാതാവിന്, തന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. തന്റെ ഉമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ചു വിട്ടപ്പോൾ തന്നെ പൊന്നുപോലെ വളർത്തിയ ഉപ്പുപ്പയെയും ഉമ്മുമ്മയെയും പടച്ചവനെ കഴുത്തു കോഴി അറുക്കുന്നത് പോലെ കഴുത്തറുത്തു കൊന്നുകളഞ്ഞില്ലേ ഒരുത്തൻ. ആലോചിക്കേ, നല്ലതുപോലെ പഠിപ്പിച്ച കണ്ടവര് പറയുന്നു, കോഴി അറുത്തിട്ടതുപോലെ കഴുത്ത് മുറിച്ചെടുത്തിരിക്കുക. എന്തിന്റെ പേരിൽ? ലഹരി ഉപയോഗിക്കാൻ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ. മൂവാറ്റുപുഴ ഭാഗത്തല്ലേ രണ്ട് ചെറുപ്പക്കാര് ബൈക്ക് കൊണ്ടുവന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇടിച്ചു മറിച്ചത്. എന്ത് സ്പീഡ് കൂടുതൽ, ലഹരി അടിച്ചിട്ട്. മൂവാറ്റുപുഴ പരിസരമല്ലേ മാവേലിക്കര, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മഴുവിന് വെട്ടിക്കൊന്നില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ ചോദിക്കും, ഇവർക്ക് ആർക്കും ജാതിയില്ല, ജാതിയും മതവുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാഷയില്ല, സംഘടനയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇവർക്കുള്ള ഒന്നാമത്തെ കാര്യം, ഇവരെല്ലാവരും ലഹരിക്കടിമയായിരുന്നു. ഇവളെല്ലാവരും കള്ളിനും കഞ്ചാവിനും അടിമയാണ്. പടച്ചറപ്പേ, യുവതലമുറ എന്നതിന്റെ പുറകിലാ. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ വരെയുന്ന കള്ളു കുടിക്കുന്ന കാലമാ. പണ്ട് ആണുങ്ങൾ മാത്രമായി അടിക്കുക, ഇപ്പൊ പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ച 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാ, ഞാൻ അടിച്ചിട്ടുണ്ട്, എന്റെ കൂടെയുള്ള 20 കുട്ടികളെ എനിക്കറിയാം. 12 വയസ്സുള്ള കുട്ടി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെൺകുട്ടികൾ പോലും ഇന്നലെയോ മെലഞ്ഞാന്നോ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരു വീഡിയോ. പടച്ചവനെ, നമ്മളൊന്ന് ആലോചിച്ച് വെക്കേ, കള്ളോ എന്തോ പൊട്ടിക്കുന്നുണ്ട് ആ കുട്ടി. കുട്ടിക്കുന്നതിനിടയിൽ എല്ലാവരുടെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. മഫ്തയൊക്കെ ഇട്ട് നല്ലപോലെ തലയൊക്കെ തുണിയൊക്കെ ചുറ്റിക്കെട്ടിയ പെൺകുട്ടി. എല്ലാവരും കുടിക്കാൻ ഗ്ലാസ്സിൽ എടുക്കുമ്പോൾ അത് പറയുന്നുണ്ട്, ഹറാമ ഹറാമ ഹറാമ. ഒന്ന് ആലോചിക്കേ, എവിടെ എത്തി നിൽക്കും നമ്മുടെ സമുദായം? എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളിനും കഞ്ചാവിനും അടിമയായിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ, കുടിക്കല്ലേടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പറയുകയാ, ഒന്നെങ്കിലും ഒരു വായെങ്കിലും എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. സാധാരണ ഒരു മനുഷ്യനല്ല, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ബർസീസ എന്ന് പറയുന്ന മഹാനിന്റെ ചരിത്രം അറിയുമല്ലോ. പടച്ചറപ്പേ, ഒറ്റയ്ക്ക് കൂടാരം കെട്ടിയിട്ട് രാവും പകലും ബർസീസ പടച്ചറപ്പിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഇബ്ലീസ് ഒരു മഹാന്റെ രൂപത്തിൽ കടന്നു വരുന്നത്. ഇബ്ലീസ് ഒരു മഹാന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ബർസീസയുടെ കൂടാരത്തിൽ വന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് കൂടെ താമസിക്കാൻ അനുവാദം തരുമോ? എനിക്ക് കൂടെ ഇബാദത്ത് ചെയ്യാൻ അനുവാദം തരുമോ? ബർസീസ അനുവാദം കൊടുക്കുകയാണ്. 3 ദിവസം രാവും പകലും ഭക്ഷണം കുടിക്കാതെ, വെള്ളം കുടിക്കാതെ ബർസീസയുടെ റൂമിനകത്ത് നിന്നുകൊണ്ട് ഇബ്ലീസ് നിസ്കരിക്കുകയാ. ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു നിമിഷം പോലും മാറുന്നില്ല. രാവും പകലും 3 ദിവസമായിട്ട് ഇബ്ലീസ് നിന്ന് ഇബാദത്ത് എടുക്കുകയാ. ബർസീസ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശപ്പില്ലേ? നിങ്ങൾക്ക് ദാഹമില്ലേ? നിങ്ങൾക്ക് ഉറക്കമില്ലേ? അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പടച്ചവനെ, ഇബ്ലീസ് ചോദിക്കുന്നു, എന്നെ പോലെ നിങ്ങൾക്കുമാകണോ? ബർസീസ പറഞ്ഞു, എനിക്ക് എങ്ങനെയാകണം? അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, നിങ്ങൾ
വലിയ ഒരു പാപം ചെയ്യണം. പാപം ചെയ്തിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ എന്നെ പോലെയാകാൻ പറ്റും നിങ്ങൾക്ക്. ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കൊലപാതകം ചെയ്യണം. ബർസീസ് പറഞ്ഞു, അത് വലിയ പാപമാ. അല്ലാഹുവേ, കൊല ചെയ്യുന്നത് വല്ലാത്ത പാപമാ, ഞാൻ ചെയ്യൂല എന്നാ പറഞ്ഞു. നീ ഒരു പെണ്ണുമായിട്ട് വ്യഭിചരിക്കണം. അപ്പോഴും ബർസീസ് പറയുന്നു, വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചാരം പാപമാ, ഞാൻ വ്യഭിചരിക്കൂല. അവസാനമായിട്ട് ഇബ്ലീസ് പറഞ്ഞു, എങ്കിൽ നീ കള്ളു കുടിക്കൂ, അത് നിസാര പാപമാണല്ലോ. പടച്ചവനെ, കൊലപാതകം ചെയ്യാൻ പറഞ്ഞു, വ്യഭിചരിക്കാൻ പറഞ്ഞു, കള്ളു കുടിക്കാൻ പറഞ്ഞു. ബർസീസ് വിചാരിച്ച് ഏറ്റവും ചെറുത് കള്ളാണല്ലോ. പടച്ചവനെ, കള്ള് ഷാപ്പ് കാണിച്ചു കൊടുത്തു. ബർസീസ് കള്ള് ഷാപ്പിനകത്ത് കയറി ചെന്നിട്ട് കള്ളു കുടിക്കുകയാണ്. കള്ളു കുടിച്ചു കഴിയുമ്പോ കള്ള് വിളമ്പി കൊടുക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ബർസീസയ്ക്ക് മോഹം തോന്നുകയാണ്. ആ പെണ്ണുമായിട്ട് അവിടെ നിന്ന് വ്യഭിചരിക്കുകയാണ്. ആ പെണ്ണുമായിട്ട് അവിടെ നിന്ന് ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഭർത്താവ് കണ്ടുകൊണ്ട് കടന്നു വരികയാ. ഭർത്താവ് കണ്ടുകൊണ്ട് കടന്നു വരികയാ. പടച്ചവനെ, ഭർത്താവുമായി തമ്മിത്തല്ലായി ആ മനുഷ്യനെ ബർസീസ കൊന്നുകളയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കടോ, കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു, അവസാനം ജയിലറയിലായി. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൂക്കുകയറിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താ, എന്റെ മുമ്പിൽ നീയൊന്ന് സുജൂദ് ചെയ്യൂ. പടച്ചവനെ, മഹാനായിരുന്ന ബർസീസ് അവസാന ഇബ്ലീസിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അതാ ഈമാനില്ലാതെ മരിച്ചു പോയെന്ന ചരിത്രം പറയുമ്പോ എല്ലാ പാപങ്ങളുടെയും ഉമ്മ കള്ളാടോ, എല്ലാ പാപങ്ങളുടെയും തുടക്കമതാ പടച്ചവനെ ലഹരി പദാർത്ഥമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, കൂടെ പഠിക്കുന്നവന് കഞ്ചാവ് തന്നാല്, മയക്കുമരുന്ന് തന്നാല്, ബിയർ തന്നാല്, ബീഡിക്കുറ്റി തന്നാലും വലിക്കല്ലേടാ. നീ അവനോട് പറയണം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കണ്ണ് തൊണ്ടയുടെ താഴെ ഇറങ്ങിയാൽ അവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കൂല. കണ്ണ് കുടിക്കുന്നവനോട് സലാം പറയരുത്, കണ്ണ് കുടിക്കുന്നവനുമായി സഹകരിക്കരുത്, കണ്ണ് കുടിക്കുന്നവന്റെ കൂടെ നടക്കരുത്, കണ്ണ് കുടിക്കുന്നവന്റെ കൂടെ ഇരിക്കരുത്, കണ്ണ് കുടിക്കുന്നവനുമായി കൂട്ടുകൂടരുത്. പടച്ചവരെ, വലിയ പാപമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കള്ളു കുടിക്കില്ല. നീയൊക്കെ എത്ര പറഞ്ഞാലും ഞാൻ ചെയ്യില്ലടാ. കാരണം എനിക്ക് അല്ലാഹുവിനെ പേടിയാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, കൂടെ പഠിക്കുന്നവൻ നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാതെ പോകുന്ന പെങ്ങള്, മോളെ, അല്ലാഹുവിനെ പേടിയില്ലാത്തതെന്ത്? കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്റെ കയ്യിൽ കയറി പിടിച്ച അവനോട് പറയണം, കൈയെടുക്കടാ. ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെയാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെയാണ്, കൂട്ടുകാരൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ ശരീരത്തെ തൊടുന്നത് വ്യഭിചാരമാ, എന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ. എന്റെ ചെറുപ്പക്കാരാ, പറയണമടാ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ പിടിച്ച തോളിൽ തൊട്ടാൽ അവളോട് പറയണം, ഇനി ഒരിക്കലും നീ ചെയ്യരുത്, കാരണം ഇത് വ്യഭിചാരമാണ്. എനിക്ക് അല്ലാഹുവിനെ പേടിയാ, ഇത് വ്യഭിചാരമാണെന്ന് പറയണം ചെറുപ്പക്കാരാ. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ലല്ലോ. തൊടുന്നതും പിടിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും കുഴപ്പമില്ലല്ലോ, അത് പാപമായി കാണുന്നില്ലല്ലോ. എങ്ങനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ടടാ, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ടടാ, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടടാ, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ടടാ, പഠിച്ചവരെ പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ടടാ. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട്, എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്.
ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ? ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ? ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. കാഞ്ഞപ്പുഴയിൽ നിന്ന് വയത് കേൾക്കാമെന്ന് പ്രിയപ്പെട്ട യുവത്വത്തിന് പഠിക്കാൻ, നിനക്ക് മാതൃകയാക്കാൻ ഒരു ചെറുപ്പക്കാരനെ ഞാൻ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. പടച്ചവനെ, ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിലോ അവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്തിനാ ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ടതെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ റോഡിന്റെ തിണ്ണയിലല്ല, കലങ്ങിന്റെ മുകളിലല്ല, പള്ളിയുടെ വെളിയിലല്ല, അല്ലാഹുവിന്റെ പള്ളിയുടെ 1ാമത്തെ സഫിൽ എല്ലാ ദിവസവും 5 നേരം വന്നിരിക്കുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചറപ്പേ, ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് പോകുകയാ. എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ്. ഇരുട്ടുള്ള രാത്രിയില് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കാത്തു നിൽക്കുകയാണ്. ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാ, ചുംബനം കൊടുക്കുകയാ. എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, നിന്നോട് വല്ലാത്ത പ്രണയമാ, എന്റെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് യാചിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. പടച്ചറപ്പേ, വ്യഭിചാരം ചെയ്തല്ലോ അല്ലാ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് താഴെ വീഴുകയാ, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അതാ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാരെ കാണുകയാ. അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. പടച്ചറപ്പേ, പ്രായം ചെന്ന പിതാവോടി വന്ന് തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ ഉപ്പ ചോദിക്കുന്നു, എന്തു പറ്റി മോനെ? ഉപ്പാ, എല്ലാം നശിച്ചു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടു വാപ്പാ. നടന്നത് മുഴുവനും കരഞ്ഞുകൊണ്ട് പറയുമ്പോ വാപ്പ പറഞ്ഞു, എന്റെ പൊന്നുമോന് തെറ്റുകാരനല്ല, ആ പെണ്ണല്ലേ പിടിച്ചത്, എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ. വാപ്പ എത്ര പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന്റെ കരച്ചില് തീരുന്നില്ല. നിലവിളിയാ, തന്റെ പൊന്നാര മകന് മരിച്ചു പോകുമോ എന്ന് പിതാവിന് പേടിയാവുകയാണ്. അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ മകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്ക്, ഉമർ തങ്ങളോട് മസല ചോദിക്ക്. ഖലീഫയായ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടു. ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നു പൊന്നാര മകന്റെ സംഭവം പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ. വാപ്പയ്ക്ക് വലിയ സന്തോഷമായി. തന്റെ പൊന്നാര മകനോട് ഇത് പറയാ. വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? യുവത്തവേ, നെഞ്ച
നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഒരു പെണ്ണെന്നെ തൊട്ടല്ലോ, ഞാൻ നരകത്തിലാണല്ലോ, അള്ളാനോട് കണക്ക് പറയണമല്ലോ. പേടിച്ച് പേടിച്ചവിടെ നിന്ന് നിലവിളിച്ച് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഈ ചെറുപ്പക്കാരന്റെ ഖബർ കൊണ്ട് ജനാസ കൊണ്ട് ഖബറടക്കുകയാ. ജനാസ ഖബറടക്കിയിട്ട് ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിയ ആയത്തേതെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. കാഞ്ഞിപ്പുഴയിലെ പെങ്ങന്മാരോട് പറയുകയാ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളിയിലെ ഖതീബിനൊരു സ്വർഗമേ ഉള്ളൂ, ഹാഫിദിനൊരു സ്വർഗമേ ഉള്ളൂ, നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമേ ഉള്ളൂ. കൂടെ പഠിക്കുന്ന ഒരുത്തൻ നിന്റെ ശരീരത്തെ തൊടുമ്പോ ഇത് വ്യഭിചാരമാടാ, ഇത് പാപമാടാ. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നവനാടാ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. കൂടെ പഠിക്കുന്നവന് മയക്കുമരുന്ന് തരുമ്പോ, കഞ്ചാവ് തരുമ്പോ, ഒന്ന് പുകയ്ക്കടാ, ഒന്ന് വലിക്കടാ, ബിയറൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോ അവനോട് പറഞ്ഞു കൊടുക്കണം, മിന്നീ അഖാഫുല്ലാഹ്, എനിക്കല്ലാഹനെ പേടിയാ, എനിക്കല്ലാഹനെ പേടിയാ. അങ്ങനെ പറഞ്ഞ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി, നട കുടിക്ക്, എന്നാ വലിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യ്, പറയണം ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹനെ പേടി, എനിക്കല്ലാഹനെ പേടി, ഞാൻ ഈ പണിക്കില്ല. വ്യഭിചരിക്കാനും കള്ളുകുടിക്കാനും വൃത്തികേട് ചെയ്യാനും ഞാനില്ല, എനിക്കല്ലാഹനെ പേടിയാ. 2 സ്വർഗം അല്ലാഹു നിനക്ക് തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതൊന്നും ഒരു തെറ്റല്ലടോ. ഉമ്മ തന്നെ പറയാ, കയറിപ്പൊക്കോ, കൂട്ടുകാരനല്ലേ, അവന്റെ ബൈക്കിന്റെ പുറകെ കയറിപ്പൊക്കോ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു കാലം തെറ്റല്ല. കൂടെ പഠിക്കുന്നവൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ, നീ പൊട്ടനാകരുത് മോനെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, നിന്റെ ശരീരത്തെ തൊടുന്നവരുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കണം. കാരണം അവൻ നല്ലവനല്ല, അവൻ നല്ലവനല്ലടാ. നിന്റെ ശരീരത്തെ തൊട്ടിയും തടകിയും നിൽക്കുന്ന ആ പെൺകുട്ടി നല്ലവളല്ല. നീ ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. നല്ല ഒരു പെൺകുട്ടിയാണെങ്കിൽ നിന്റെ ശരീരത്ത് തൊടില്ല. നല്ല ഒരു അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ തൊടില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയുമല്ലോ. ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. നബിതങ്ങളും സ്വഹാബത്തും ഒരു യാത്രയിൽ ഇങ്ങനെ വരുമ്പോ ആയിഷ ബീവി ഉണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കൂടാരത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോ നബിതങ്ങൾ നിർത്താൻ പറഞ്ഞു, വാഹനമൊക്കെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, പെണ്ണുങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കൂടാരത്തിനകത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യം പോയി സാധിപ്പിച്ചു. തിരിച്ചു കയറി ആ കൂടാരത്തിലേക്ക് കയറുന്നത് എല്ലാരും കണ്ടു. പെണ്ണുങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി ആണുങ്ങൾ പോകാൻ. ആണുങ്ങൾ എല്ലാവരും പോയി മലമൂത്ര വിസർജനത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടത്. ആയിഷ ബീവി അതിന്റെ മുകളിൽ നിന്നിറങ്ങി മാല തെരഞ്ഞുപോയി, ആരും കണ്ടില്ല. ആണുങ്ങൾ എല്ലാവരും അവരവരുടെ കുതിര വാഹനത്തെ പുറത്ത് കയറി എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് ചെന്ന് മാലയും കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല, എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒറ്റയ്ക്ക് അവിടെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് വരുന്നത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വിട്ട സഹാബി.
ആയിഷ ബീബി റളിയല്ലാഹു തആലയെ കണ്ടു. കേറുമ്മ, ഉമ്മാനെ വാഹനത്തിന്റെ മുകളിൽ കയറ്റി. എന്തെന്ന് പോലും ചോദിച്ചില്ല. അവിടെ നിന്ന് പോയി. രാത്രി മുഴുവനും സഞ്ചരിച്ചു. അവസാനം പകലാണ് ചെല്ലുന്നത്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും രണ്ടുപേരും കൂടെ പകലാണ് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങുന്ന സമയ ആണല്ലോ. പള്ളിയുടെ മുമ്പിലും പട്ടിക വൈകിയ സമയമാകുമ്പോൾ എല്ലാം കൂടെ കൂടുന്നൊരു സമയമുണ്ടല്ലോ. അല്ലെ, ഇറച്ചിനെല്ലാം കൂടെ കൂടുന്ന ചില സമയങ്ങളുണ്ടല്ലോ. അസ്ർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചായക്കടലും പരിസരത്തും കടത്തുണ്ടെങ്കിലും കൂടിയിട്ട് ചർച്ച ചെയ്യണ പോലെ അന്നും ഉണ്ടെന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്താ ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹു തആല ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വരികയാ. കൊടുങ്കാറ്റടിക്കണ പോലെ കാറ്റടിച്ചു. പടച്ചനെ പറയേണ്ടതില്ല, ആയിഷ ബീവിയെ വെറുതെ വിട്ടില്ല. പിന്നെ പാവപ്പെട്ട ആമിനായ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടർന്നു. എല്ലായിടത്തും ചർച്ച ആയിഷയെ കുറിച്ച്. നബി തങ്ങൾ മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പോലും മിണ്ടില്ല. നേരെ പള്ളിയിൽ പോകും, നിസ്കരിക്കും, റൂമിനകത്ത് കയറും. സഹാബികൾ ഓരോരുത്തരും നബി തങ്ങളുടെ മുമ്പിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നു. എന്തേ നബിയെ മിണ്ടാത്തെ? എന്താ സംഭവം? എന്താ മിണ്ടാത്തെ? എന്താ? നബി തങ്ങൾ ചോദിച്ചു, ഉമറേ, എന്റെ ആയിഷാനെ കുറിച്ച് പറയുന്നത് നീ കേട്ടോ? കേട്ട് നബിയെ. നീ വിശ്വസിക്കുന്നുണ്ടോ? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല നബിയെ. എന്റെ ആയിഷ വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നു, നീ വിശ്വസിക്കുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കില്ല. തെളിവുകൾ മുഴുവനും എന്ത് തെളിവുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കൂല. എന്തേനി ചോദിച്ചു നബി തങ്ങള്. ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ പറയണേ? ആയിഷ തെറ്റ് ചെയ്യത്തില്ല എന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? പെൺകുട്ടികളും ആൺകുട്ടികളും കേട്ടോ, പെൺകുട്ടികളും ആൺകുട്ടികളും കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയെ, ആയിഷാനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആരാ? അള്ളയല്ലേ പറഞ്ഞ കല്യാണം കഴിക്കാൻ? ആയിഷ ബീബിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയാണല്ലോ പറഞ്ഞത്. എന്നാ ഖുർആൻ പറഞ്ഞ എന്താ? വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. അള്ള പറയുകയാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. ഇതെല്ലാവർക്കും അറിയാം. ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. ഇത് വളരെ മോശമായ വൃത്തികെട്ട ഒരു സ്വഭാവമാ ഈ വ്യഭിചാരം. അതുകൊണ്ട് അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. എന്നാ അതിനുശേഷം ഒരു അല്പം കൂടെയുണ്ട്, അതിന്റെ അർത്ഥം എന്താണെന്ന് വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. മോനെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല. പച്ച മലയാളം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയണില്ല. നാടൻ ഭാഷ, കൊല്ലം ജില്ലയിലെ ഭാഷ വെച്ച് ഞാൻ പറയണില്ല, കാരണം ഉസ്താദായിപ്പോയി, ഇത് ലീവായിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്ന് പറഞ്ഞ ക്വാളിറ്റി ഇല്ലെന്ന്. അപ്പൊ ഉമർ തങ്ങൾ ചോദിക്കുകയാ, ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അള്ള പറയുവോ? അള്ള പറയൂ, ഇല്ല.